ഇന്ന് ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്ന ചോദ്യത്തിനൊരു ആൻസറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സാൻഡ് ബ്ലാസ്റ്റിംഗ് ഗണ്ണ് നോർമൽ ഗണ്ണിനാണോ യൂസ് ചെയ്യുന്ന ഒരു ധാരണ ഒരുപാട് ആളുകൾക്ക് ഞാനൊരു സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ മുന്നിൽ ചെയ്തതിന് ശേഷം സാധാരണ ഗണ്ണാണ് എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ ഗണ്ണല്ല. സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്നുള്ളത് ചെയ്യുന്നൊരു ഗണ്ണ് സാൻഡ് ബ്ലാസ്റ്റിംഗ് ഗണ്ണ് പറഞ്ഞ ഗണ്ണ് തന്നെയാണ്. അപ്പോൾ നോക്കുക, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് പറയാം. സാധാരണ ഗണ്ണിൽ ഒരിക്കലും നമുക്ക് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ലിക്വിഡായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിന് ഞാൻ കാണിച്ച രണ്ടും മാറ്റം. സാധാരണ ഗണ്ണ് ഇത് പെയിൻറ്റ് ഗണ്ണാണ്. പെയിൻറ്റ് ടാങ്ക് ഇതാണ് വരിക. ഇതിലൊരു നീഡിൽ കൺട്രോൾ വാൽവ് ഫാൻ കൺട്രോൾ എല്ലാം ഉണ്ടാവും കേട്ടോ. സാധാ ഗണ്ണാകുമ്പോൾ എന്താ, ഇതാണ് സാധാരണ ഗണ്ണിനെ പെയിൻറ്റിങ് ഗണ്ണിനെ കൺട്രോൾ ചെയ്യുന്ന നീഡിൽ. ഇത് അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ബ്ലോക്ക് ആവും അല്ലേ, ഇവിടെ ബ്ലോക്ക് ആയിരിക്കും, ലിക്വിഡ് പുറത്തേക്ക് പോവില്ല. ഇത് ഈ കൺട്രോള് ഇതിങ്ങനെ പുറകോട്ട് വലിക്കുന്നതനുസരിച്ച് ഈ ഒരു നീഡിൽ ഉള്ളിലേക്ക് പോകും, അവിടെ ബ്ലോക്ക് ഒഴിവാവും, അങ്ങനെ പെയിൻറ്റ് ഉള്ളിലേക്ക് വരും. അത് കൺട്രോൾ ചെയ്യുന്നത്. ഇത് നമുക്ക് അതിൻ്റെ ഫാൻ സ്പീഡ് എയർ സ്പീഡ് കൺട്രോൾ ചെയ്യാം. എയറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണ വാൽവ് ഉണ്ടാകുന്നതിന് കേട്ടോ. അതുമാതിരി തന്നെ ഫാൻ സ്പീഡ്, ഫാനിൻ്റെ വീതി കൂട്ടുക കുറയ്ക്കുക എന്നുള്ളത്. ഇതാണ് ഇത് സാധാരണ ഗണ്ണ്. ഇത് സാധാരണ പെയിൻറ്റ് ചെയ്യുന്നൊരു ഗണ്ണാണ്. ഓട്ടോമോട്ടീവ് പെയിൻറ്റിങ്ങിന് നോർമൽ പെയിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു ഗണ്ണാണിത്. ഈ ഗണ്ണ് എനിക്ക് ഏകദേശം ധാരണ കിട്ടിയെന്ന് കരുതുന്നു. സാധാരണ ഗണ്ണ്, ഈ ഗണ്ണിൽ ഒരിക്കലും നമ്മൾ സാൻഡ് ബ്ലാസ്റ്റിങ്ങിന് എത്ര നൈസ് തരില്ല, എന്ത് ജസ്റ്റ് ഒരു ഫ്ലിക്കേഴ്സ് യൂസ് ചെയ്താലും വരെ പുറത്തേക്ക് വെളിയിൽ പോവില്ല. അതായത് ലിക്വിഡായിട്ട് തിക്ക് കൂടിയാൽ തന്നെ വെളിയിൽ പോവില്ല. 1.3, 1.2, 1.4, 1.72, അതേമാതിരി 1 ഒരുപാട് mm വരുന്നുണ്ട് നോസിൽ. അപ്പോൾ ഇതാണ് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുന്ന ഗണ്ണ്, മനസ്സിലാക്കുക. ഇതിന് ഒരു കൺട്രോൾ വാൽവ് ഇല്ല, ഓൺലി എയർ. കാരണം ഇതിനാവശ്യം ഹൈ പ്രഷർ എയറാണ്. ഈ എയർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേമാതിരി ഇതിലൊരു ട്രിഗർ ഉണ്ടാവും, ഈ എയർ വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്, എയർ ഓപ്പൺ ചെയ്യുക, ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് വരുന്ന അതേമാതിരി ടാങ്ക് ഉണ്ട്, സാൻഡ് ഹോൾഡർ ടാങ്ക് ഉണ്ട്. ഇത് ഇതിലൂടെയാണ് ഇറങ്ങിപ്പോവുക, ഉണ്ടല്ലേ. അപ്പോൾ ഇത് അയച്ചു കഴിഞ്ഞാൽ ഇതിനിങ്ങനെ നീഡിലും കൺട്രോൾ ഒരു കാര്യം ഉണ്ടാവില്ല. ഇതാണ് സാൻഡ് ബ്ലാസ്റ്റിംഗ് ഗൺ. ഇത് അയച്ചെടുക്കാൻ ഒന്നും പറ്റില്ല, അതൊക്കെ ഫിക്സഡാണ്. ഈ ഒരു പീസ് ഇവിടുന്ന് ഫിക്സഡാണ് കേട്ടോ, ഇവിടുന്ന് ഫിക്സഡാണ്. അപ്പോൾ നമ്മൾ ഇതിൽ സാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. മഴ അത് കാരണം നമുക്ക് സാൻഡ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഈ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുന്ന ഇതിപ്പോൾ മിനിമം ഒരു 2 HP കംപ്രസർ 150-200 ലിറ്റർ ടാങ്ക് ഉണ്ടെങ്കിൽ, ടാങ്ക് 200 ലിറ്റർ ടാങ്ക്, അതേമാതിരി ഒരു 2 HP കംപ്രസർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുകൊണ്ട് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ സാധാരണ സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു 2 HP ഒക്കെ മിനിമം 2 HP ഇല്ലാത്ത ആളുകളൊന്നും സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ 2 HP ഡബിൾ സിലിണ്ടർ ഒരു 150-200 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ള ഒരു 150 ഉണ്ടായാൽ മതിയാവും. ഒരു 150 മിനിമം ടാങ്ക് കപ്പാസിറ്റി ഉള്ളതിൽ നിന്ന് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഡിഫറൻറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ ഈ മണലിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ എങ്ങനെ ഇറങ്ങിപ്പോവും, ഉണ്ടല്ലേ, ഒരു ബ്ലോക്കും ഇല്ല. ഈ മണലിടുന്നതോടുകൂടി ഇതേമാതിരി തന്നെ ഇറങ്ങിയിട്ട് പോവുകയാണ്. അതിൽ നമ്മൾ ഹൈ പ്രഷറിൽ എയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫ്ലോ സ്പീഡാവും, അങ്ങനെയാണ് നമ്മൾ തുരുമ്പ് കളയുന്നത്. ഇത്രയാണ് സാൻഡ് ബ്ലാസ്റ്റിങ്ങിന് ഉണ്ട്. നേരെ മറിച്ച് ഇത് നമ്മൾ എന്തെന്നെ ഒഴിച്ചാലും നമ്മൾ ഗണ്ണിൻ്റെ ട്രിഗർ വലിക്കാതെ അതേമാതിരി ഒഴിച്ച് അല്ലേ, അത് ഒഴിച്ചിട്ടു, ഇത് അനങ്ങൂല. ഇതിപ്പോൾ നമ്മൾ ഗണ്ണ് വർക്ക് ചെയ്താൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. അപ്പോൾ ഇതങ്ങനെയല്ല, സാൻഡ് ബ്ലാസ്റ്റിംഗ് ഗൺ ഫുൾ ഫ്ലോ തന്നെ ആയിരിക്കും, ഫുൾ ടൈം ഫ്ലോ ആയിരിക്കും. നോക്കാം, വെള്ളം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സാൻഡ് ബ്ലാസ്റ്റിംഗ് ഗൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യാൻ മണൽ ഉപയോഗിക്കുക,
അതായത് സാധാരണ സാൻഡ് പുഴമണൽ തരിച്ചിട്ട് നൈസായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ. പിന്നെ വലിയ കാര്യങ്ങൾ വലുതായിട്ട് പിന്നെ വലിയ ഫാക്ടറീസിലൊക്കെ ചെയ്യുന്ന സാൻഡ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ഗണ്ണാണ്. അത് മൊത്തം ടാങ്കിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ടാങ്കിൽ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് സാൻഡ് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യുന്നത്. ഇതേമാതിരി ഗണ്ണല്ല. ഇത് നമ്മൾ ചെറിയ ആവശ്യങ്ങൾക്കുള്ള സാൻഡ് ബ്ലാസ്റ്റിംഗ് ആണ്. അതായത് ഗ്ലാസ് എച്ചിങ്, നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും ഗ്ലാസ് എച്ച് ചെയ്യുന്നത്. ഗ്ലാസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്ലാസ് റഫാക്കാൻ വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അതുമാതിരി ചെറിയായിട്ട് മിനിമലായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാൻഡ് തുരുമ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓട്ടോമൊബൈൽ വിൻറ്റേജ് കാറുകൾ, അപ്പോൾ ഏറ്റവും കൂടുതൽ തുരുമ്പുണ്ടായാലും വിൻറ്റേജ് കാറുകളാണ്. ഈ വിൻറ്റേജ് കാറുകൾ പഴയ കാർ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് സാൻഡ് ബ്ലാസ്റ്റിംഗ് ആണ് കൂടുതലായിട്ടും. അതായത് അതിൻ്റെ ശരിയായ രീതിയിൽ റസ്റ്റ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രീതി സാൻഡ് ബ്ലാസ്റ്റിംഗ് തന്നെയാണ്. അത് ചെയ്യുന്ന ആളുകളുണ്ട്, ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ഇടാൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.